ഹലോ എവരി വൺ, വാം വെൽക്കം ടു ഡെമോക്രസി 3.0. ദിസ് ഈസ് സുഹൈൽ ആൻഡ് ജഷാൻ. ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടികളുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ കോടതികളിൽ ഉള്ള ജനാധിപത്യ വിരുദ്ധ പ്രവണതകളെ കുറിച്ചിട്ട് സംസാരിച്ചു. എന്നാൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലുള്ള പൊളിറ്റിക്കൽ പാർട്ടികളും ജനാധിപത്യത്തിൽ അവയ്ക്കുള്ള റോളുകളും അവയിൽ ജനാധിപത്യത്തിനുള്ള റോളുകളെയും പറ്റിയാണ്. ജഷാനെ, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ അടിസ്ഥാന റോൾ എന്ന് പറയുന്നത് ജനങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുകയും അതുവഴി പബ്ലിക് പോളിസി ഉണ്ടാക്കുകയും ഒരു സാമൂഹിക ഐക്യം രൂപീകരിച്ച് കോൺഫ്ലിക്റ്റുകൾ പരിഹരിക്കുകയും ചെയ്യുന്നതിലൂടെ ഒരു ഗവൺമെൻറ് രൂപീകരിച്ച് ഒരു ഡെമോക്രാറ്റിക് ഭരണ സംവിധാനം കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണല്ലോ. എന്നാൽ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി കൂറുമാറ്റങ്ങളും കുതിരക്കച്ചവടങ്ങളും നടത്തി എങ്ങനെയും അധികാരം പിടിക്കുക എന്ന തലത്തിലേക്ക് പൊളിറ്റിക്കൽ പാർട്ടികൾ അധപ്പതിച്ചിരിക്കുന്നു. ഒരു മാറ്റം അനിവാര്യമല്ലേ? മാറ്റം കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണല്ലോ. തീർച്ചയായിട്ടും നമ്മളുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു മാറ്റം ഇപ്പോൾ ആവശ്യമാണ്. എന്താണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ ചെയ്യുന്നത്? നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സ്ഥാപിത ലക്ഷ്യങ്ങളിൽ നിന്ന് മാറിപ്പോയിരിക്കുകയാണ്. ഒരു സാമൂഹിക നന്മ ലക്ഷ്യമാക്കി സാമൂഹിക ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട സംഘടനകളാണ് രാഷ്ട്രീയ പാർട്ടികൾ. നമ്മളുടെ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സാമൂഹിക പുരോഗതിക്കായിട്ട് ജനക്ഷേമ നടപടികൾ കൈക്കൊള്ളുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട് നിയോഗിക്കപ്പെട്ട ഒരു കൂട്ടം ആളുകളുടെ ഒരു സംവിധാനമാണ് ജനാധിപത്യം. അതാണ് നമ്മുടെ ഭരണകൂടം എന്ന് പറയുന്നത്. ഈ ഭരണകൂടങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ലക്ഷ്യം. അതായത് സാമൂഹിക നന്മയും ജനക്ഷേമ പരിപാടികളുമാണ് അവരുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ടത്. അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും പരമപ്രധാനമായ ധർമ്മം എന്ന് പറയുന്നത് ഭരണകൂടങ്ങൾക്ക് ദിശാബോധം നൽകുക എന്നുള്ളതാണ്. എന്നാൽ എന്താണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത്? സാധാരണഗതിയിൽ ജനങ്ങൾക്കിടയിൽ നിന്നുള്ള കേമന്മാരെ കണ്ടെത്തി അവരെ ഭരണമേൽപ്പിക്കുക എന്നുള്ളതാണ് ജനാധിപത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരസ്പര ബഹുമാനവും സ്നേഹവും നിലനിർത്തി തങ്ങളിൽ നിന്ന് ഏറ്റവും ഉത്തമന്മാരായിട്ടുള്ള ജനങ്ങളെ ജനപ്രതിനിധികളായി തിരഞ്ഞെടുത്ത് ഒരു ഭരണകൂടത്തെ സൃഷ്ടിച്ച് ആ ഭരണകൂടത്തിനൊരു ദിശാബോധം നൽകി ഒരു ജനസമൂഹത്തെ മുൻപോട്ട് നയിക്കേണ്ട നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഇന്ന് ഇവരെയെല്ലാം പല പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട്, അതിപ്പോൾ രാഷ്ട്രീയമാകാം, ആശയങ്ങളാകാം, മതങ്ങളാകാം, പല പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ജനസമൂഹത്തെ തമ്മിലടുപ്പിച്ച് ചോര കുടിക്കുന്ന കുറുക്കന്മാരായി മാറിക്കൊണ്ട് വളരെ മോശപ്പെട്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മളുടെ രാഷ്ട്രീയ പാർട്ടികൾ, ഭൂരിപക്ഷം രാഷ്ട്രീയ പാർട്ടികളും കൂപ്പുകുത്തി എന്നുള്ളത് വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മളുടെ വാർത്താവിനിമയ സൗകര്യങ്ങളെല്ലാം അത്രത്തോളം അഡ്വാൻസ് ആയിട്ടുള്ള ഈ കാലഘട്ടത്തിൽ ലൈവായിട്ട് തന്നെ ഈ വക കാര്യങ്ങൾ നമ്മളെല്ലാവരും കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ഒരുപക്ഷെ ഒരു 10-20 വർഷം മുമ്പ് ഇതായിരുന്നില്ല അവസ്ഥ, നമുക്കിത് മനസ്സിലായിരുന്നില്ല. സാങ്കേതിക വിദ്യയുടെ വളർച്ച കൊണ്ട് നമുക്കിതൊന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു പോംവഴി കാണുക എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ്. തീർച്ചയായിട്ടും ഒരു മാറ്റം അനിവാര്യമാണ്. എനിക്കറിയാം, സുഹൈലൊരു ടെക്നോക്രാറ്റാണ്. രാഷ്ട്രീയത്തിലൊന്നും അത്രത്തോളം അവഗാഹം അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് പേഴ്സൺ അല്ല ഒരു പക്ഷേ. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, നമ്മളുടെ രാഷ്ട്രീയ പാർട്ടികൾ എത്രത്തോളം ജനാധിപത്യമാണ് എന്നാണ് സുഹൈലിന് തോന്നുന്നത്? അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ജഷാൻ പറഞ്ഞ പോലെ ഞാനങ്ങനെ പൊളിറ്റിക്കൽ വിദ്യാർത്ഥിയോ പൊളിറ്റിക്കൽ പാർട്ടികളുമായിട്ട് ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടികളുമായിട്ടൊന്നും അലയൻസ് ഇല്ലാത്ത ഒരാളാണ്. പൊളിറ്റിക്കൽ പാർട്ടികൾ എപ്പോഴും സംസാരിക്കുന്ന ഒരു വിഷയമാണല്ലോ ജനാധിപത്യം എന്നത്. കോടതികളുടെ കാര്യം പറഞ്ഞ പോലെ ഇൻറ്റേർണലി അത് എത്രമാത്രം പ്രാവർത്തികമാക്കുന്നു അല്ലെങ്കിൽ പ്രാവർത്തികമാണ് എന്നൊരു ചോദ്യമാണ് എനിക്കുള്ളത്. ഉൾപാർട്ടി ജനാധിപത്യം ഡിസിഷൻ മേക്കിങ്ങിൻ്റെ കാര്യത്തിലോ കാൻഡിഡേറ്റ് സെലക്ഷൻ്റെ കാര്യത്തിലോ ഒന്നും കാണാറില്ല. ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി അവരുടെ കാൻഡിഡേറ്റിനെ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അണികൾക്കിടയിൽ ഒരു വോട്ടെടുപ്പ് നടത്തുന്നത് ജഷാൻ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല എന്നാണ് എൻ്റെ ഒരു ഇതുവരെയുള്ള അറിവ്. അതുപോലെ തന്നെ യൂത്ത് റെപ്രസെൻറ്റേഷൻ്റെ കാര്യത്തിലോ വിമൻ റെപ്രസെൻറ്റേഷൻ്റെ കാര്യത്തിലോ ഒക്കെ ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഡെമോക്രസി പൊളിറ്റിക്കൽ പാർട്ടികളിൽ തൊട്ട് തീണ്ടിയിട്ടില്ല എന്നതിൻ്റെ ചെറിയ ഉദാഹരണങ്ങളാണ് ഇവ. അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് ഡെമോക്രസി എന്ന് പറയുന്ന സംവിധാനം പൊളിറ്റിക്കൽ പാർട്ടികൾ അവരുടെ പ്രചരണ ആയുധങ്ങളായിട്ട് മാത്രമാണ് ഉപയോഗിക്കാറുള്ളതെന്നും അവർക്ക് അവരുടെ ഇൻറ്റേർണൽ കാര്യങ്ങൾക്ക് അതൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു ഐഡിയോളജിയിലാണ് പൊതുവെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളും പ്രവർത്തിക്കുന്നതെന്നുമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെ, അതാണ് അതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ജനാധിപത്യ സംവിധാനത്തിൽ
മദർ ഓഫ് ഡെമോക്രസി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ജനാധിപത്യ പാർട്ടികൾക്കുള്ളിൽ എത്രത്തോളം ജനാധിപത്യമുണ്ട്? ഇപ്പോൾ സുഹൈലിന് പോലും അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് അലയൻസ് ഉള്ള ആളോ അല്ലെങ്കിൽ അതിൽ പ്രവർത്തന പാരമ്പര്യമുള്ള ആളോ എന്നല്ല സുഹൈൽ. എന്നാൽ പോലും പുറമേ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് അതിൽ പ്രകടമായിട്ടുള്ള ജനാധിപത്യമില്ലായ്മ നമുക്ക് കാണാൻ സാധിക്കും. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഉൾക്കൊള്ളലാണ്, എല്ലാവർക്കും അവരുടെ വോയിസ് നൽകലാണ്, എല്ലാവർക്കും അതിനുള്ള സ്വാതന്ത്ര്യം നൽകലാണ്, എല്ലാവർക്കും ആളുകളെ വിമർശിക്കുവാനും പുതിയ കാര്യങ്ങൾ മുൻപോട്ട് വയ്ക്കുവാനും സജസ്റ്റ് ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം നൽകലാണ്. പക്ഷേ നമ്മളുടെ രാഷ്ട്രീയ പാർട്ടികൾ ഇതൊന്നുമില്ല. നേരത്തെ സുഹൈൽ ചൂണ്ടിക്കാട്ടിയ പോലെ സ്ത്രീകളുടെ പ്രാതിനിധ്യം, യുവാക്കളുടെ പ്രാതിനിധ്യം, ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അതില്ല എന്ന് തന്നെ പറയാം. പലപ്പോഴും ഒരു പറ്റം ആളുകളിലേക്ക് നമ്മളുടെ പാർട്ടികൾ ചുരുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ചുരുങ്ങി ഇത് എത്രത്തോളം എവിടെ ചെന്ന് അവസാനിക്കുമെന്നാണ് നോക്കുന്നത്. 1-2 വ്യക്തികളിലേക്ക് ഈ ബൃഹത്തായ ഇത്രയും വലിയ ഒരു പാരമ്പര്യമുള്ള ഇത്രയും വാസ്റ്റായിട്ടുള്ള ഒരു രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ ചുരുങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ അത് അത്രത്തോളം ഹൃദയ വേദനാജനകമായിട്ടുള്ളൊരു കാര്യം വേറെയില്ല. യശാനെ, രാഷ്ട്രീയ പാർട്ടികളിലെ ഈ അധികാര കേന്ദ്രീകരണം എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഉണ്ടല്ലോ, ആ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഓപ്പറേഷനെയും ഡിസിഷൻ മേക്കിങ്ങിനെയും ഒക്കെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എങ്ങനെയൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾ ആ പ്രോസസ്സിനെ ബാധിക്കുന്നത് എന്നാണ് ജഷാന് തോന്നുന്നത്? അധികാര കേന്ദ്രീകരണം നമ്മുടെ പാർട്ടികൾ ഇന്ന് നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ്. അതിന് കൊടിയുടെ നിറമോ മുദ്രാവാക്യത്തിൻ്റെ കനമോ ഒന്നും ഒരു പ്രശ്നമല്ല. എല്ലാ പാർട്ടികളിലും ഈ അധികാര കേന്ദ്രീകരണമുണ്ട്. ഈ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ വലതുപക്ഷം, ഇടതുപക്ഷം, അതുകൂടാതെ കുറേ നമ്മുടെ പ്രാദേശിക പാർട്ടികൾ. ഈ പ്രാദേശിക പാർട്ടികൾ തന്നെ പലപ്പോഴും നല്ല വലിയ ആശയങ്ങളുടെ പിൻബലത്തോട് കൂടിയിട്ടൊക്കെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള പാർട്ടികളാണ്. അതായത് സംഘടനാ സംവിധാനങ്ങൾ ഈ പാർട്ടികൾക്ക് എല്ലാം ഉണ്ട്. പക്ഷേ എന്നോ ഒരു കാലഘട്ടത്തിൽ ഒരു സമയത്ത് വെച്ചിട്ട് ഈ സംഘടനകൾക്ക് മേൽ വ്യക്തികൾ ആധിപത്യം സ്ഥാപിക്കുകയും അതിനൊരു കേന്ദ്രീകൃത സ്വഭാവം വരികയും ചെയ്തു എന്നുള്ളത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ പൊതുവെ എല്ലാ പാർട്ടികളിലും കാണുന്ന ഒരു അവസ്ഥാവിശേഷമാണ്. ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ പൊളിറ്റിക്കൽ പാർട്ടികളിലെ അധികാര കേന്ദ്രീകരണം കേവലം ആ പാർട്ടികളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അത് നേരെ മറിച്ച് നമ്മളുടെ രാജ്യത്തെ തന്നെ ബാധിക്കുന്നതാണ്. കാരണം ഈ പാർട്ടികളാണ് നമ്മളുടെ ഭരണകൂടങ്ങളായി മാറുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു ജനത എന്ന നിലയിൽ, ജനാധിപത്യ സംവിധാനം നിലനിർത്താൻ ബാധ്യസ്ഥരായ ജനവിഭാഗം എന്ന നിലയിൽ നമ്മൾ നേരിടുന്ന വലിയ ഒരു വെല്ലുവിളിയാണ് ഈ അധികാര കേന്ദ്രീകരണം. ഇനി ഇത് അതത് പാർട്ടികളുടെ ആഭ്യന്തര പ്രശ്നമായി തന്നെ എടുക്കാം. അങ്ങനെ എടുത്താൽ പോലും ഇതിൻ്റെ വലിയ ഒരു പ്രോബ്ലം വളരെ ചുരുങ്ങിയ ആളുകളിലേക്ക്, നിക്ഷിപ്ത താല്പര്യക്കാരിലേക്ക് പാർട്ടിയുടെ അധികാരം കൈമാറപ്പെടുമ്പോൾ അവിടെ സംഭവിക്കുന്നത് നയപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ആ പാർട്ടിക്ക് കഴിവില്ലാതെ പോകുന്നു എന്നുള്ളതാണ്. നല്ല ആശയങ്ങൾ മുൻപോട്ട് വെക്കാൻ ആളില്ലാതെ പോകും, നല്ല ചർച്ചകൾ വരാൻ വേദിയില്ലാതെ പോകും. അതായത് ഈ കേന്ദ്രീകൃത ഭരണങ്ങളുടെ ഒരു പ്രശ്നം തുറന്ന ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും വേദിയില്ലാതെ പോകും എന്നുള്ളതാണ്. നേതാവും സ്തുതിപാഠകരും മാത്രമായിട്ടുള്ള ഒരു സംവിധാനം ജനങ്ങളുടെ മനസ്സറിയാതെ പോകുകയും ജനങ്ങൾക്കിടയിലുള്ള പൾസ് മനസ്സിലാക്കാതെ പോകുകയും സ്വാഭാവികമായിട്ടും ജനദ്രോഹ നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമായി മാറുകയും ചെയ്യും. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് വലിയ വലിയ ആശയങ്ങളും വലിയ വലിയ സ്വപ്നങ്ങളും കൊണ്ടാണ്. ഈ സ്വപ്നങ്ങൾക്കും അവരുടെ നയപരമായിട്ടുള്ള തീരുമാനങ്ങൾക്കും എതിരായിട്ടായിരിക്കും പിന്നീട് വരുന്ന ഓരോ തീരുമാനങ്ങളും നടപ്പിലാവുന്നത്. മറ്റൊരു പ്രധാന പ്രശ്നം ഉൾപാർട്ടി ജനാധിപത്യം ഇല്ലാതാകുമ്പോൾ, അതായത് വിമർശനങ്ങൾക്ക് അതീതമായിട്ടുള്ള ഒരു കേന്ദ്രീകരണ ഭരണ സംവിധാനത്തിന് ശക്തി കൂടുമ്പോൾ അവിടെ അഴിമതിയും സ്വജനപക്ഷപാതവും കൂടുകയും തൽഫലമായി പാർട്ടി ഹൈജാക്ക് ചെയ്യപ്പെടാനും സാധ്യതയുണ്ട്. പാർട്ടികൾ എങ്ങനെ ഹൈജാക്ക് ചെയ്യപ്പെടുന്നു എന്നുള്ളത് നമ്മളിപ്പോൾ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ആധുനിക കോർപ്പറേറ്റ് ബിസിനസ് കൾച്ചറിൽ ലോബിയിങ് എന്നെല്ലാം ഓമന പേരുകളിട്ടുകൊണ്ട് പാർട്ടിക്കാരെ വിലക്കെടുക്കുന്നതും പാർട്ടി പ്രവർത്തകരെ വിലക്കെടുക്കുന്നതും, എന്തിന് നമ്മുടെ ജനപ്രതിനിധികളെ വരെ കുതിരക്കച്ചവടം നടത്തി വിലക്കെടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ പാർട്ടികൾ ഹൈജാക്ക് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. ഇതിൻ്റെ തന്നെ മറ്റൊരു രൂപമാണല്ലോ നമ്മളുടെ സുപ്രീം കോടതി ചവറ്റുകൊട്ടയിൽ എറിഞ്ഞിട്ടുള്ള ഇലക്ടോറൽ ബോണ്ട് സംവിധാനം. അപ്പോൾ ഇങ്ങനെയുള്ള പണാധിപത്യം വഴി നമ്മുടെ പാർട്ടികളെ വിലക്കെടുക്കുവാനും ജനാധിപത്യത്തിൻ്റെ കടക്ക് കത്തിവെക്കുവാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഈ അധികാര കേന്ദ്രീകരണം കൊണ്ട് പാർട്ടികൾക്കും ജനങ്ങൾക്കും രാജ്യത്തിനുമുള്ള പ്രശ്നം.
നമ്മൾ നേരിടുന്ന വെല്ലുവിളി. ഇന്ത്യൻ പാർട്ടികളിലെ ഒരു പ്രധാന പ്രശ്നമാണ് നെപ്പോട്ടിസം അല്ലെങ്കിൽ സ്വജനപക്ഷപാതം. ബന്ധുക്കൾക്ക് അധികാരം കൈമാറുക. ഇന്ന് അച്ഛൻ ഭരിക്കുന്നു, നാളെ മകൻ ഭരിക്കുന്നു, അത് കഴിഞ്ഞാൽ മകൻ്റെ മകനിലോട്ട്, അങ്ങനെ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്കുള്ള അധികാര കൈമാറ്റം. യശാൻ, അത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ മാത്രമുള്ള ഒരു പ്രശ്നമാണോ, മറിച്ച് ഇത് ഇന്റർനാഷണൽ തലത്തിൽ തന്നെയുള്ള ഒരു പ്രശ്നമായിട്ടല്ലേ തോന്നുന്നത്? അതെ, ഈ ഇന്ത്യൻ എന്ന് നമ്മൾ പറയുമ്പോഴേ, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് നമ്മളുടെ ഈ വീഡിയോ പോഡ്കാസ്റ്റ് കണ്ടിട്ട് അവൻ വിളിച്ചെന്നോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഡെമോക്രസി ഇത്രയും തരം താഴ്ത്തി സംസാരിക്കുന്നത്? ഞങ്ങളൊക്കെ ഇന്ത്യക്ക് പുറത്ത് ജീവിക്കുന്നവരാണ്, ഇവിടുത്തെ ജീവിതം എങ്ങനെയാണെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ജഷാനെ, ഇന്ത്യയിൽ ജീവിക്കാൻ അത്ര സുഖമൊന്നും വേറെ എവിടെ പോയാലും കിട്ടില്ല എന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് നമുക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി കൂടുതൽ പറയുന്നുണ്ടെങ്കിലും ഡെമോക്രസി 3.0 എന്ന് പറയുന്ന നമ്മളുടെ ഈ ചാനൽ ഡെമോക്രസിയെ എങ്ങനെ കുറ്റമറ്റതാക്കാം, അല്ലെങ്കിൽ ആധുനിക സാങ്കേതിക വിദ്യകൾ, പ്രത്യേകിച്ചും ബ്ലോക്ക് ചെയിൻ പോലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ കൂടുതൽ കാര്യക്ഷമമാക്കാം എന്നാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ചില പോരായ്മകൾ ചൂണ്ടിക്കാട്ടുമ്പോൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നമുക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇന്ത്യ മദർ ഓഫ് ഡെമോക്രസി എന്ന നിലയിൽ ലോക രാജ്യങ്ങളിലെ ഇപ്പോൾ 192 അതിലധികവും രാജ്യങ്ങൾ ലോകത്തിലുണ്ട്. അതിൽ ഏറ്റവും നല്ല ഡെമോക്രസി തന്നെയാണ് ഇന്ത്യൻ ഡെമോക്രസി, അതിലൊരു സംശയവുമില്ല. പക്ഷേ ഏറ്റവും നല്ലത് എന്ന് പറയുമ്പോഴും അതിലും നല്ലതാക്കാൻ നമുക്ക് സാധിക്കും. അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ് നമ്മൾ നടത്തുന്നത്. യശാനെ, അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് കഴിഞ്ഞ ദിവസം എനിക്കും ഇതുപോലെ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ഒരു ഡിസ്കഷനിൽ ഏർപ്പെടേണ്ടി വന്നു. അപ്പോൾ അദ്ദേഹം നമ്മുടെ വീഡിയോയുടെ ചില ഷോട്ടുകൾ കണ്ട ശേഷമാണ് എന്നോട് സംസാരിച്ചത്. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ പരിപൂർണമായിട്ടും ജനാധിപത്യത്തിനെതിരാണ് എന്നുള്ള രീതിയിലേക്കാണ് അദ്ദേഹം സംസാരിച്ചത്. കോടതികൾക്കെതിരെയുള്ള വിമർശനങ്ങളൊന്നും ഇത്ര പാടില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിച്ചത്. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ജനാധിപത്യത്തെ പറ്റിയാണ് എന്നുള്ളതാണ് നമ്മൾ അവരെ ആദ്യം ബോധ്യപ്പെടുത്തേണ്ടത്. ജനാധിപത്യത്തെക്കാൾ നല്ല ഒരു സംവിധാനം വേറെ ഇല്ല എന്ന അഭിപ്രായക്കാരാണ് നമ്മൾ. അതുകൊണ്ടാണ് ജനാധിപത്യം 3.0 അതല്ലെങ്കിൽ ഡെമോക്രസി 3.0 അതിൻ്റെ ഒരു കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് മോഡൽ, അതിനെ കുറച്ചും കൂടി നല്ല രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ളൊരു മോഡലിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് തിരികെ വരാം. സുഹൈൽ എന്നോട് ചോദിച്ചത് ഇതൊരു ആഗോള പ്രതിഭാസമല്ലേ എന്നുള്ളതാണ്. അതായത് നെപ്പോട്ടിസം, ഈ രാഷ്ട്രീയ പാർട്ടികളിലെ നെപ്പോട്ടിസം ഒരു ആഗോള പ്രതിഭാസമല്ലേ എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളെല്ലാവരും ഭയങ്കര ആരാധനയോടെ നോക്കിക്കാണുന്ന ഒരു ഡെമോക്രസിയാണ് അമേരിക്ക. കഴിഞ്ഞ പ്രസിഡന്റ് ട്രംപ്, അദ്ദേഹം ഇപ്പോൾ വീണ്ടും പ്രസിഡന്റ് എലക്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്തൊരു പരിപാടിയുണ്ട്. എല്ലാ കീ പൊസിഷനിലോട്ടും തനിക്ക് വേണ്ടപ്പെട്ടവരെ, എന്തിനേറെ പറയുന്നു, സ്വന്തം മകളെ പോലും വളരെ ഉന്നതമായിട്ടുള്ള ഒരു പോസ്റ്റിലോട്ട് അപ്പോയിൻറ്റ് ചെയ്ത ഒരാളാണ് ട്രംപ്. ഇനി പുതിയതായിട്ട് വന്നാലും ഇതൊക്കെ തന്നെയായിരിക്കും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നെപ്പോട്ടിസം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലുള്ള പ്രശ്നം മാത്രമല്ല, ഇത് ആഗോള തലത്തിലുള്ളതാണ്. മറ്റൊരു കാര്യം, നമ്മൾ ഈ മനുഷ്യന്മാരിപ്പോൾ ഭൂമിയിലുള്ള മനുഷ്യന്മാരെല്ലാവരും ചിന്തിക്കുന്നതും പെരുമാറുന്നതും എല്ലാം ഒരേപോലെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വലിയ വ്യത്യാസമൊന്നുമില്ല. കേരളത്തിലുള്ള നമ്മളും അമേരിക്കയിലുള്ള സായിപ്പും എല്ലാം ചിന്തിക്കുന്നതും പെരുമാറുന്നതൊക്കെ ഒരുപോലെയാണ്. ഈ ഗ്ലോബലൈസേഷനും ഈ ഇൻഫോർമേഷൻ ടെക്നോളജിയുടെ വളർച്ച, ഈ ഇൻഫോർമേഷൻ ബൊമ്പാർഡ്മെൻ്റ് എല്ലാം ഇതിന് കാരണമായിട്ടുണ്ട്. ഇപ്പോൾ യൂട്യൂബിൽ ഇറങ്ങുന്ന വീഡിയോ നമ്മളും കാണും, ബ്രിട്ടനിലുള്ള പിള്ളേരും കാണും, അമേരിക്കയിലുള്ള പിള്ളേരും കാണും. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മുടെ സ്വഭാവ രൂപീകരണവും നമ്മളുടെ ആശയങ്ങളും ചിന്താഗതികളും എല്ലാം വളരുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു കോമൺ ഫാക്ടർ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ രാഷ്ട്രീയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലെ പ്രശ്നമല്ല, നമ്മൾ പറയുന്നത് ഇത് ആഗോള പ്രശ്നം തന്നെയാണ്. ഡെമോക്രസീൻ്റെ പോരായ്മകളാണ്, ഡെമോക്രസി തുരുമ്പെടുത്തതിലുള്ള പ്രശ്നമാണ്. അത് നമ്മൾ നല്ല രീതിയിലോട്ട് പുതിയ ടെക്നോളജികൾ കൊണ്ടുവന്ന് അതിനെ അഡ്വാൻസ് ചെയ്യേണ്ട സമയമാണ്. ജഷാനെ, ഒരു ചെറിയ തിരുത്ത്, ഡെമോക്രസിയുടെ പ്രശ്നമാണോ അതോ ഡെമോക്രസി കൃത്യമായി ഇംപ്ലിമെൻ്റ് ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണോ? ശരിയാണ്, ഡെമോക്രസിയുടെ പ്രശ്നമല്ല. ഒരു ഡെമോക്രസി എന്ന് പറയുന്ന ആശയം നമ്മൾ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ്. അത് ഓരോ കാലഘട്ടത്തിലും നമുക്ക് ലഭിക്കുന്ന നമ്മുടെ സംവിധാനങ്ങൾ വെച്ചായിരിക്കുമല്ലോ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ കാലഘട്ടത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ടെക്നോളജിയുടെ സംവിധാനങ്ങൾ നമ്മൾ അതിലോട്ട് കൊണ്ടുവന്നിട്ടില്ല. ഇപ്പോൾ നമ്മൾ കാണുന്ന പോരായ്മകൾ അത് വെച്ച് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. സുഹൈൽ, അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ എന്താണ്, ഈ ഡെമോക്രസിയിലുള്ള ഈ പ്രശ്നങ്ങൾ, ഈ നെപ്പോട്ടിസം അടക്കമുള്ള പ്രശ്നങ്ങൾ എങ്ങനെ നമുക്ക് ബ്ലോക്ക് ചെയിൻ ഉപയോഗിച്ച് ഡെമോക്രസി 3.0 അഡ്രസ്സ് ചെയ്യാൻ പറ്റും, അതിനൊരു പരിഹാരം കാണാൻ സാധിക്കും? യശാനെ, ആദ്യം തന്നെ പറയട്ടെ, ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തെക്കുറിച്ചല്ല നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. ഒരു പുതിയ പാർട്ടി കൊണ്ടുവന്നാലും കാലക്രമേണ ആ ഐഡിയോളജിയുള്ള ലീഡർഷിപ്പ് മാറുന്നതോടെ ആ പാർട്ടി ഒരു സെൻട്രലൈസേഷൻ എന്ന പടുകയിലേക്ക് വീണ് പോവാം.
പകരം ഒരു കംപ്ലീറ്റ് സിസ്റ്റം ചേഞ്ചാണ് നമുക്ക് വേണ്ടത്. നിലവിലുള്ള പൊളിറ്റിക്കൽ പാർട്ടികളിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട ജനാധിപത്യ ബോധം എങ്ങനെ കൊണ്ടുവരാമെന്നും അതുവഴി പൊതുജന സ്വീകാര്യത എങ്ങനെ കൂട്ടാമെന്നുമാണ് നമ്മൾ സംസാരിക്കുന്നത്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ച് പാർട്ടിയെ ഡീസെൻട്രലൈസ്ഡ് ആക്കുക വഴിയാണ് ഇതിനൊരു ആകെയുള്ളൊരു പോംവഴി. ഇതിനായി ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ലീഡർഷിപ്പ് എന്ന സംവിധാനം തന്നെ പൊളിച്ചെഴുതുക എന്നുള്ളതാണ്. ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൽ പവർഫുള്ളായ ലീഡേഴ്സ് ആയിരിക്കും ആ പാർട്ടിയെ കൺട്രോൾ ചെയ്യുന്നത്. അയാളുടെ പിടിയാളുകളോ കോക്കസുകളോ ആയിരിക്കും മുകളിൽ നിന്നും താഴെ തട്ട് വരെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ജനാധിപത്യം എന്ന ആശയത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന ഒന്നാമത്തെ പ്രശ്നം ഇതാണ്. രണ്ടാമതായി, അയാളുടെ കൂടെ നിന്നാൽ എനിക്കും വല്ലതും കിട്ടും എന്നൊരു തോന്നൽ കുട്ടി നേതാക്കന്മാരെ അയാളുടെ കൂടെ നിർത്താൻ പ്രേരിപ്പിക്കുന്നത്. സ്വാഭാവികമായും ഈ സിസ്റ്റത്തിൽ സ്വജനപക്ഷപാതമില്ലെങ്കിൽ വലിയ നേതാവിന് പിടിച്ചു നിൽക്കാനാകില്ല. ഇതാണ് രണ്ടാമത്തെ പ്രശ്നം. മൂന്നാമതായി, വലിയ നേതാവ് അടുത്തതായി അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ടെന്നും ഇപ്പോൾ ഞാൻ അയാളുടെ കൂടെ നിന്നില്ലെങ്കിൽ അയാൾ എന്നെ ചവിട്ടി താഴ്ത്തുമെന്നൊരു തോന്നൽ കുട്ടി നേതാക്കൾക്ക് ഉണ്ടാവുന്നതാണ്. ഇതൊരു ഭയത്തിൽ നിന്നോ അൺസർട്ടനിറ്റിയിൽ നിന്നൊക്കെ ഉടലെടുക്കുന്നതാണ്. ഇതും പാർട്ടിക്കോ ജനങ്ങൾക്കോ ഉപകാരപ്പെടുന്ന ഒന്നല്ല, മറിച്ച് ആ നേതാവിനും അയാളുടെ ശിങ്കിടികൾക്കും മാത്രം ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. നാലാമത്തതും അവസാനത്തതുമായിട്ടുള്ളൊരു കാര്യം, അയാളൊരു നല്ല നേതാവാണ്, മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള കഴിവ് അയാൾക്കുണ്ട് എന്നുള്ള ഒരു തോന്നൽ മറ്റുള്ള ആൾക്കാർക്ക് ഉണ്ടാവുന്നതാണ്. ഇത് വളരെ കുറവാണ്, എന്നാലും അതുമുണ്ട്. ഇത് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ചിന്താഗതിയാണെങ്കിലും പോളിസികൾ എന്താണെന്ന് മനസ്സിലാക്കാതെ ആ നേതാവിൽ മാത്രം വിശ്വാസം അർപ്പിക്കുന്നത് മറ്റൊരു വലിയ മൂഢത്തരമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ച് ഒരു ഡീസെൻട്രലൈസ്ഡ് ഡെമോക്രാറ്റിക് പാർട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ ഇവിടെ ആ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടാവും. ഇന്ന് കാണുന്ന തരത്തിലുള്ള ലീഡേഴ്സ് അല്ലെങ്കിൽ നായകന്മാർ അവിടെ ഇല്ല എന്നതാണ് ആദ്യത്തെ കാര്യം. സിനിമയിൽ മാത്രമേ നായകന്മാരുള്ളൂ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവരവർ തന്നെയാണ് അവരവരുടെ സിനിമയിലെ നായകന്മാരും നായികമാരും. ഇതാണ് ആധുനിക ജനാധിപത്യ മൂല്യം. അങ്ങനെ ഒരു പാർട്ടിക്ക് ഇന്ത്യയിൽ സാധ്യതയുണ്ടോ? എങ്ങനെയാണ് അണികളെ അട്രാക്റ്റ് ചെയ്യുകയും അവരെ നയിക്കുകയും ചെയ്യുക? അതേപോലെ എങ്ങനെ ഇലക്ഷനിൽ മത്സരിക്കും? പ്രത്യേകിച്ച് മറ്റു പാർട്ടികളെല്ലാം ഒരു നേതാവിനെ ഉയർത്തിക്കാട്ടി മത്സരിക്കുമ്പോൾ ഇങ്ങനെ ഡീസെൻട്രലൈസ്ഡ് ആയി വരുന്ന ഒരു പാർട്ടിക്ക് എങ്ങനെയാണ് അവരെ കോമ്പീറ്റ് ചെയ്യാൻ സാധിക്കുക? വളരെ വാലിഡായ ക്വസ്റ്റ്യൻസ് ആണിത്. ഇത് പോസിബിൾ ആണോ എന്ന ചോദ്യത്തിന് ആദ്യം തന്നെ ഉത്തരം പറയാം. യെസ്, ഇത് പോസിബിൾ ആണ്. ആദ്യമേ തന്നെ പറയട്ടെ, നമ്മളൊരു പുതിയ ആശയത്തെക്കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഏതൊരു പുതിയ ഇംപ്ലിമെൻറ്റേഷനും ഫ്രിക്ഷൻ സ്വാഭാവികമാണ്. എന്നാൽ അതിൽ നിന്നുണ്ടാകാൻ പോകുന്ന ഒരു ഔട്ട്പുട്ട് അതല്ലെങ്കിൽ റിസൾട്ട് എന്നതിനെ പറ്റിയൊക്കെ ആലോചിക്കുമ്പോൾ ആ ഫ്രിക്ഷൻ നമ്മൾ തരണം ചെയ്തേ മതിയാവും. ഇനി അങ്ങനെ ഒരു പാർട്ടിക്ക് ഇന്ത്യയിൽ സാധ്യതയുണ്ടോ എന്ന ജഷാൻ്റെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. തീർച്ചയായിട്ടും ഉണ്ട്. ജനാധിപത്യം എന്താണെന്ന് തിരിച്ചറിയുന്ന ഒരു ജനതയ്ക്ക് അങ്ങനെ മാത്രമേ ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. അടുത്ത ചോദ്യം കുറച്ചുകൂടെ കോംപ്ലക്സ് ആണ്. പിന്നെ എങ്ങനെ അണികളെ നയിക്കും? ഒരു ഓളം എങ്ങനെ ഉണ്ടാക്കും? അതല്ലെങ്കിൽ എലക്ഷനിൽ ആരെ മത്സരിപ്പിക്കും? ഒരു നേതാവില്ലാതെ പിന്നെ എങ്ങനെ ജയിക്കും? മുതലായ ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയണമെങ്കിൽ എന്താണ് നമ്മൾ പ്രപ്പോസ് ചെയ്യുന്ന സിസ്റ്റം എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കിയാൽ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും അതിൽ നിന്ന് ലഭിക്കും. ഒരു ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൽ ലീഡർഷിപ്പ് ഇല്ല, പകരം റോൾസ് മാത്രമേ ഉള്ളൂ. എന്താണ് ഈ റോൾസ്? അതൊരു റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങൾ ആർജിച്ചെടുക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റി. കൃത്യമായി പറഞ്ഞാൽ നിങ്ങളുടെ പാർട്ടിസിപ്പേഷനിലൂടെ കാലക്രമേണ നിങ്ങൾ ആർജിച്ചെടുക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. വളരെ കൃത്യമായി മനസ്സിലാക്കുക, ഇതൊരു റെസ്പോൺസിബിലിറ്റിയാണ്, അല്ലാതെ പ്രിവിലേജുകൾ അല്ല. അപ്പോൾ പ്രിവിലേജുകൾ ഇല്ലേ? സ്വാഭാവികമായിട്ടും വരുന്നൊരു ക്വസ്റ്റ്യനാണ്. ആളുകളെ എക്സൈറ്റ് ചെയ്യുന്ന ഒരു പ്രിവിലേജ് ഒന്നും ഇല്ലെങ്കിൽ, വെറും റെസ്പോൺസിബിലിറ്റി മാത്രമാണെങ്കിൽ അവരെങ്ങനെ ജനസേവനത്തിന് ഇറങ്ങും? അതൊരു വാലിഡായിട്ടുള്ള ചോദ്യമാണ്. സ്വാഭാവികമായിട്ടും ഈ ചോദ്യത്തിന് ഉത്തരം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. തീർച്ചയായിട്ടും പ്രിവിലേജുകൾ ഉണ്ട് എന്നുള്ളതാണ് ഉത്തരം. എന്നാൽ അത് നിങ്ങൾ ആർജിച്ചെടുക്കുന്ന റെസ്പോൺസിബിലിറ്റിക്ക് തത്തുല്യമായ പ്രിവിലേജുകളായിരിക്കും. ആ പ്രിവിലേജുകൾ എന്തൊക്കെയാണെന്ന് ട്രാൻസ്പെറൻ്റായി എല്ലാവർക്കും കാണാനാവുന്നതുമായിരിക്കും. നിങ്ങളൊരു ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ ഒരാളുടെ പബ്ലിക് ഇൻഫർമേഷൻ കാണുന്നത് പോലെ ആർക്കും ആരുടെയും പ്രിവിലേജുകളും അച്ചീവ്ഡ് റെസ്പോൺസിബിലിറ്റിയും കാണാനാവും. എന്താണ് ഈ പ്രിവിലേജ്? പ്രിവിലേജുകൾക്ക് ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. പോളിസി ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രിവിലേജ്, എലക്ഷനിൽ മത്സരിക്കാനുള്ള പ്രിവിലേജ്, സ്പോക്ക് പേഴ്സൺ ആവാനുള്ള പ്രിവിലേജ്, ആളുകളുടെ വിവിധ പ്രശ്നങ്ങൾ പഠിക്കാനും റിപ്പോർട്ട് ചെയ്യാനുമുള്ള പ്രിവിലേജ് തുടങ്ങി ഒരു പാർട്ടിയുടെ സർവ്വ മേഖലകളിലും വരുന്ന കാര്യങ്ങളിൽ ആർക്കും പങ്കെടുക്കാനും റെസ്പോൺസിബിലിറ്റി ആർജിച്ചെടുക്കുന്നതിലൂടെ പ്രസ്തുത പ്രിവിലേജുകൾ കരസ്ഥമാക്കാനും ഏതൊരു സാധാരണക്കാരനും സാധിക്കും. ഈ പ്രിവിലേജുകളുടെ എണ്ണം കൂടുന്തോറും ആ വ്യക്തിയുടെ ആ പാർട്ടിയിലുള്ള കോൺട്രിബ്യൂഷനും സീനിയോറിറ്റിയും കൂടി വരും. ഇവിടെ സീനിയോറിറ്റി എന്നത് നമുക്ക് റാങ്കിങ് എന്ന നിലവാരത്തിൽ അളക്കാം. നമ്മുടെ PSC പരീക്ഷയിലൊക്കെ ഇതുപോലെയുള്ള ഒരു റാങ്കിങ് സിസ്റ്റം ഉണ്ട്.
ഇവിടെ മത്സര പരീക്ഷകൾക്ക് പകരം അയാളുടെ കോൺട്രിബ്യൂഷൻസ് ആണ് അളക്കുന്നത്. ഏറ്റവും കൂടിയ റാങ്ക് ഉള്ളയാൾക്ക് പ്രിവിലേജുകളുടെ അടിസ്ഥാനത്തിൽ അയാൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് തന്നെ സ്വയം റെക്കമെൻഡ് ചെയ്യാനാകും. അവിടെ അധികാര വടംവലിയുടെ ഒരു ആവശ്യം വരുന്നില്ല. റാങ്കുകൾ വ്യത്യസ്തമായിരിക്കുമെങ്കിലും ഒരേ റോൾ തന്നെ ആയിരക്കണക്കിന് ആളുകൾക്ക് ഉണ്ടാവുകയും അവർക്ക് എല്ലാവർക്കും ഒരേ തരത്തിലുള്ള പ്രിവിലേജുകളും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ റാങ്കുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാവില്ല ഒരാളെ സെലക്ട് ചെയ്യുന്നത്. ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ഏതൊരു കാര്യത്തിലും പാർട്ടി അണികൾക്കിടയിലെ ഒരു വോട്ടെടുപ്പ് കൂടി ഇതിൻ്റെ ഭാഗമായിരിക്കും. അത് ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ക്വാളിറ്റിയുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് തന്നെ പാർട്ടിയോടോ മറ്റു നേതാക്കളോടോ കാൻഡിഡേറ്റ്സിന് ഒരു നീരസവും ഉണ്ടാവേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ അധികാരത്തിന് വേണ്ടിയുള്ള കൂറുമാറ്റം എന്നൊരു സംഭവം ഉണ്ടാവില്ല. നന്നായി വർക്ക് ചെയ്യുകയും ജനസ്വീകാര്യത നേടുകയും ചെയ്യുന്ന ഒരാൾക്ക് ഒരു നെപ്പോട്ടിസവും കൂടാതെ ഒരു മന്ത്രിയോ മുഖ്യമന്ത്രിയോ പോലും ആവാം. ജനങ്ങളുമായി നേരിട്ട് ബന്ധമില്ലാത്ത പാർട്ടിയുടെ മറ്റ് പോസ്റ്റുകളിലേക്ക് ക്വാളിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ, റാങ്കിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ മാത്രമായിട്ട് പരിഗണിക്കാവുന്നതാണ്. ഇനി നമ്മൾ ആദ്യം ചർച്ച ചെയ്ത ഒരു പ്രശ്നം തന്നെ എടുക്കാം, സെൻട്രലൈസേഷൻ ഓഫ് പവർ എന്ന സംഭവം പൊളിറ്റിക്കൽ പാർട്ടിയിലെ കുറച്ച് ആളുകളിലേക്ക് കേന്ദ്രീകരിക്കുന്നു എന്ന പ്രശ്നം. ആ ഒരു പ്രശ്നം ഇവിടെ ഇല്ല. കാരണം ഇവിടെ എല്ലാ പാർട്ടി മെമ്പേഴ്സിനും തുല്യ വോട്ടവകാശമുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള ആളെ സെലക്ട് ചെയ്യാനും ഇഷ്ടമുള്ള പോളിസികൾ സെലക്ട് ചെയ്യാനും അവരുടെ വോട്ടവകാശം വിനിയോഗിക്കുന്നതിലൂടെ സാധിക്കും. ഇനി രണ്ടാമതായി നമ്മൾ പറഞ്ഞ പ്രശ്നം സ്വജനപക്ഷപാതമാണ്. അതിനുമുള്ളൊരു സാധ്യത ഇതിനകത്തില്ല. മാത്രമല്ല, ഏതൊരു സാധാരണക്കാരനും അയാളുടെ അറിവും കഴിവും വിദ്യാഭ്യാസവും ഒക്കെ അനുസരിച്ചും കുടുംബമഹിമയും രാഷ്ട്രീയ പാരമ്പര്യവും ജാതിയും മതവും ഒന്നും പരിഗണിക്കാതെയും സ്വന്തം നിലക്ക് വർക്ക് ചെയ്തുകൊണ്ട് ആർക്കും ഏത് റെസ്പോൺസിബിലിറ്റിയും നേടിയെടുക്കാവുന്നതും അതുവഴി പ്രിവിലേജസ് എൻജോയ് ചെയ്യാവുന്നതുമാണ്. ഇനി മൂന്നാമത്തെ പ്രശ്നത്തിലേക്ക് വരാം. ആരാണ് അധികാരത്തിൽ വരാൻ സാധ്യതയുള്ളതെന്ന് ആർക്കും അറിയില്ല. കാരണം വോട്ടിങ്ങിന് ശേഷം മാത്രമേ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വ്യക്തിയെ സെലക്ട് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഭയത്തിൽ നിന്നോ അൺസർട്ടേണിറ്റിയിൽ നിന്നോ ഒരു കുട്ടി നേതാവിനും ഒരു ലീഡർഷിപ്പിൻ്റെ കൂടെ നിൽക്കേണ്ട ആവശ്യം വരില്ല. നാലാമതായി, ഒരാൾ നല്ല നേതാവാണോ മോശം നേതാവാണോ എന്നത് ഇവിടെ ഒരു പ്രശ്നമുള്ള കാര്യമല്ല. കാരണം ആ നേതാവിൻ്റെ പോളിസികൾ സ്വന്തമായി ഉടലെടുക്കുന്നതല്ല, അതൊരു കൂട്ടായ തീരുമാനമായിരിക്കും എന്നതാണ്. എല്ലാം ട്രാൻസ്പെറൻ്റ് ആയി എല്ലാവർക്കും വിസിബിൾ ആയിരിക്കും. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇതിൽ എല്ലാവർക്കും ഒരു വോയിസ് ഉണ്ടാവും എന്നതും എല്ലാവരും ഇതിൽ കൃത്യമായി റെസ്പോൺസിബിൾ ആവും എന്നതുമാണ്. പക്ഷേ ഒരേ പാർട്ടിയിലുള്ള രണ്ട് നേതാക്കന്മാർ ഒരേ പത്രസമ്മേളനത്തിൽ ഒരേ കാര്യത്തെക്കുറിച്ച് രണ്ട് അഭിപ്രായം പറയുന്നതും പരസ്പരം ഞാനാണോ വലുത് അതോ നീയാണോ വലുത് എന്ന തോന്നലുണ്ടാകുമാറ് പ്രവർത്തിക്കുന്നതും ഈയിടെ കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ ഒരുപാട് കണ്ടുവല്ലോ. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇന്നുള്ള പാർട്ടി സംവിധാനത്തിൽ ഇതിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ? അങ്ങനെ പല രസകരമായിട്ടുള്ള കാര്യങ്ങളും നമുക്കിപ്പോൾ രാഷ്ട്രീയത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു കാലത്ത് നമ്മൾ ഒരിക്കലും കാണില്ല എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും രാഷ്ട്രീയത്തിൽ നമുക്കിന്ന് കാണാൻ സാധിക്കും. ഈ പരസ്പരം ചെളിവാരിയെറിയലും പരസ്പരം ബഹുമാനക്കുറവുണ്ടാകുന്നതും അത് അധികാരത്തെ അല്ലെങ്കിൽ ആ ഒരു പൊസിഷനെ ബഹുമാനിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നത് ആ സിസ്റ്റത്തിൻ്റെ ഒരു ഇറോഷനെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, എന്തുകൊണ്ടാണ് ഈ പ്രസിഡൻറ്റിന് മുകളിൽ വേറൊരാൾ സംസാരിക്കുന്നത്? അല്ലെങ്കിൽ ഒരു അധികാരം നൽകപ്പെട്ടിട്ടുള്ള ബഹുമാന്യനായ ഒരു വ്യക്തിക്ക് മേലെ വേറൊരു വ്യക്തി അദ്ദേഹത്തെ ഇകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നത്? അദ്ദേഹത്തിന് അവിടെ പ്രസക്തിയില്ല എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു മെസ്സേജ് നമുക്ക് കിട്ടുന്നത്. അതായത് നേരത്തെ പറഞ്ഞ അധികാരത്തിൻ്റെ കേന്ദ്രീകരണമാണ്. അതായത് പൊസിഷനുകൾക്കോ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങൾക്കോ അല്ല, അല്ലെങ്കിൽ ആ ഒരു പാർട്ടിയുടെ ഭരണഘടനയ്ക്കല്ല അവിടെ പ്രാധാന്യം. നേരെ മറിച്ച് ഏതൊക്കെയോ കുറച്ച് ഗ്രൂപ്പുകൾ, കുറച്ചാളുകൾ ഇതിനെയൊക്കെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ വരുന്നത് ഈ പണത്തിൻ്റെ കളികളാണ്, പണത്തിൻ്റെ പ്രസക്തിയാണ്. ഈ ഹൈജാക്ക് ചെയ്യപ്പെടുന്ന ആളുകൾ ഏതെങ്കിലും രീതിയിൽ ഈ പൊതുവായിട്ട് ആ സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഇതെങ്ങനെയാണ് നടക്കുന്നത് നോക്കാം. ഇവിടെയാണ് അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത്. രാഷ്ട്രീയ പാർട്ടി ജനങ്ങളുമായിട്ട് നേരിട്ട് സംവദിക്കുന്ന ഒരു സംവിധാനമാണ്. ഇപ്പോഴത്തെ ഒരു പ്രശ്നമെന്ന് പറയുന്നത്, നമ്മൾ ജനങ്ങൾക്ക് ഒന്നിനും സമയമില്ല എന്നുള്ളതാണ്. നമ്മളുടെ ഈ ആധുനിക സാങ്കേതിക വിദ്യകളുടെ വളർച്ച, വാർത്താവിനിമയ രീതികളുണ്ടായിട്ടുള്ള വളർച്ച, ഇതെല്ലാം നമ്മളുടെ ജീവിതത്തെ വളരെ തിരക്ക് പിടിച്ചതാക്കി മാറ്റി എന്നുള്ളതാണ്. നമ്മളുടെ ബിസിനസ് ലൈഫ്, നമ്മുടെ പേഴ്സണൽ ലൈഫ്, ഇതെല്ലാം വളരെ
നമുക്കിപ്പോൾ ഒന്നിനും സമയമില്ല. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കാനോ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടാനോ ജനങ്ങൾക്ക് സമയമില്ലാതെയാകുമ്പോൾ ഈ ജനങ്ങളുടെ സമയത്തിന് പകരം അവരെ അതിലോട്ട് അട്രാക്റ്റ് ചെയ്യാനായിട്ട് നമ്മളുടെ പാർട്ടികൾ കണ്ടെത്തിയ മാർഗം പലവിധ പരിപാടികൾ ആസൂത്രണം ചെയ്യുക, അല്ലെങ്കിൽ ജനങ്ങളിലോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു സാംസ്കാരിക പരിപാടി, അല്ലെങ്കിൽ ഇതിനെല്ലാത്തിനും വേണ്ടി ഒരു വലിയ മഹാസമ്മേളനങ്ങൾ. ഇങ്ങനെയാണ് ജനങ്ങൾ തങ്ങളുടെ കൂടെയുണ്ട് എന്ന് ഒരു പാർട്ടി ജനങ്ങളെ തന്നെ വിശ്വസിപ്പിക്കുന്നത്. ഇതിനെല്ലാം കൂടുതൽ പണം ആവശ്യമാണ്, പണച്ചെലവ് ഏറിയ പരിപാടിയാണ്. അപ്പോൾ ഈ പണം എവിടെ നിന്നാണ് കിട്ടുക? സ്വാഭാവികമായിട്ടും ഏതെങ്കിലും കോർപ്പറേറ്റുകൾ കൊടുക്കുന്ന കൈക്കൂലി പണമായിരിക്കും, അഴിമതി പണമായിരിക്കും. ഈ പണം കണ്ടെത്തുന്ന ആളാണ് പിന്നീട് പാർട്ടിയുടെ പ്രധാനിയായി മാറുന്നത്. ആ പാർട്ടിയുടെ പ്രധാനിയാകുന്ന ആൾക്ക് ഈ പണം കൊടുക്കുന്ന കോർപ്പറേറ്റുകൾ തിരിച്ച് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയക്കാർ അഴിമതിക്കാരായി മാറുന്നത്. അപ്പോൾ അടിസ്ഥാനമായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന പ്രശ്നം, ജനങ്ങൾക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയക്കാർ അഴിമതിക്കാരായി മാറുന്നത്, ഈ രാഷ്ട്രീയത്തിൽ അധികാരത്തിൻ്റെ കേന്ദ്രീകരണം സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഇതിനൊരു പരിഹാരമില്ലേ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പരിഹാരമുണ്ട്. നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ സംവിധാനങ്ങൾ തീർച്ചയായിട്ടും കാലഹരണപ്പെട്ടു പോയി. അതിന് പകരമായിട്ട് ഈ സമയമില്ലാത്ത ജനങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കാൻ, രാഷ്ട്രീയ പാർട്ടികളുടെ ചർച്ചകളിൽ പങ്കാളിയാവാൻ, അവിടെയുള്ള സംവാദങ്ങളിൽ പങ്കെടുക്കാൻ, അവിടെ ഏതെങ്കിലും നേതാവിനെയോ മറ്റുള്ള നയപരമായിട്ടുള്ള കാര്യങ്ങളിലോ വിമർശനം അറിയിക്കാനൊക്കെ ജനങ്ങൾക്ക് സംവിധാനം ഉണ്ടാവണം. ജനങ്ങൾ തിരക്കിലാണ്, ജനങ്ങൾ ജോലി എടുത്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവർ ബിസിനസ് ലൈഫിലാണ്. നമ്മളെല്ലാവരും തിരക്കാണ്. തിരക്കിനെ കുറിച്ചൊന്നും നമ്മളിപ്പോൾ കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നമുക്ക് രാഷ്ട്രീയ പാർട്ടികളിൽ പങ്കാളികളാവാനും അവിടെ നടക്കുന്ന ഇൻട്രാക്ഷനിൽ പങ്കെടുക്കാനും സാധിക്കുന്ന ഒരു ടെക്നോളജി വികസിപ്പിച്ചെടുക്കുകയും ആ ടെക്നോളജി രാഷ്ട്രീയ പാർട്ടികൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ സോഷ്യൽ മീഡിയ നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനൊരു ഓതൻറ്റിസിറ്റി ഇല്ല എന്നുള്ള പ്രശ്നം. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സോഷ്യൽ മീഡിയ കമ്പൈൻ ചെയ്തുകൊണ്ട് അവരുടെ ഒരു ഘടകത്തിൻ്റെ തീരുമാനമൊന്നും എടുക്കാൻ സാധിക്കില്ല. പക്ഷേ അങ്ങനെ എടുക്കാൻ സാധിക്കുന്ന ഇപ്പോൾ ബ്ലോക്ക് ചെയിൻ പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ കൂടുതൽ അഡ്വാൻസ് ആവുകയും ഈ പാർട്ടികളിലും പാർട്ടി പ്രവർത്തനങ്ങളിലും പങ്കെടുക്കാൻ ജനങ്ങൾക്ക് കൂടുതൽ അവസരം നൽകുകയും ചെയ്താൽ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. സ്വാഭാവികമായിട്ടും കൂടുതൽ ജനങ്ങൾ ഇൻവോൾവ് ആവും. ഈ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ, അത് ഇല്ലാതാവും. എല്ലാവരും രാഷ്ട്രീയ പ്രവർത്തകരായി മാറും. അപ്പോൾ സ്വാഭാവികമായിട്ടും അഴിമതി മാറും, കേന്ദ്രീകരണ സ്വഭാവം മാറും, രാഷ്ട്രീയ പാർട്ടികൾ കൂടുതൽ ജനസമ്പർക്ക പരിപാടികളായിട്ട് മുന്നോട്ട് വരും.